UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വന്ദേമാതര ആലാപനത്തിൽ വിമർശനവുമായി LDF. വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചത് സംഘപരിവാർ അജണ്ട നടപ്പാക്കാനെന്ന് ഇടത് നേതാക്കൾ പറഞ്ഞു. നടപടി കോൺഗ്രസ് പ്രവർത്തക സമിതി തീരുമാനത്തിന് വിരുദ്ധമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിമർശിച്ചു. ഇതിനിടെ KSRTC സൗജന്യ യാത്രയിൽ വിവാദ പരാമർശവുമായി CPIM നേതാവ് MM മണി രംഗത്തു വന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം മുഴുവനായി ആലപിച്ചിരുന്നു. ഇക്കാര്യത്തിൽ LDF നേതാക്കളുടെ വിമർശനം ഇങ്ങനെ: മഹാത്മാഗാന്ധിയുടെ നെഹ്റുവും പഠിപ്പിച്ച അടിസ്ഥാന മൂല്യങ്ങളിൽ ഏറ്റവും മുഖ്യമാണ് മതനിരപേക്ഷത. അതിന്റെ ആശയങ്ങളെ ചോദ്യം ചെയ്ത ഭാഗങ്ങളാണ് ഒഴിവാക്കപ്പെടേണ്ടത്. ആ ഒഴിവാക്കൽ ആണ് ഇവിടെ മറന്നുപോയിരിക്കുന്നത്. വന്ദേമാതരത്തിന്റെ എല്ലാ ഈരടികളും പാടിയത് ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് കാണേണ്ടത്, ഒരു മതപ്രശ്നമല്ല. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സെക്യുലറിസത്തിന്റെ ആശയത്തിന് വെല്ലുവിളിയേകുന്ന നിലയാണ് ഇത് എന്നുള്ളത്. ആശാ വർക്കേഴ്സിന് ഓണറേറിയം കൂട്ടിയതിനെ ഇടതു നേതാക്കൾ സ്വാഗതം ചെയ്തു. എന്നാൽ വാഗ്ദാനം പൂർണ്ണമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പ്രതികരണം. തുടക്കം എന്നുള്ള നിലയിലാണ് 3000 രൂപയെ സമീപിക്കുന്നതെങ്കിൽ അത് സ്വാഗതാർഹമായ നടപടിയാണ്. ഗവൺമെന്റ് അതിവേഗത്തിൽ ആശാ വർക്കർമാർക്കും ജനങ്ങൾക്കും നൽകിയിട്ടുള്ള ഈ ഉറപ്പ് പാലിക്കണം എന്ന നിലപാടാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പിന്നെ 21,000 ആക്കണം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുള്ള വലിയ പ്രതിസന്ധിയൊക്കെ വന്നപ്പോൾ അത് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ച് ആർഷിയോട് ഞങ്ങൾ എന്തെങ്കിലും ദുർമുഖം കാണിച്ചോ? അതേസമയം KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കുന്നതിൽ വിവാദ പരാമർശവുമായി CPIM നേതാവ് MM മണി രംഗത്തെത്തി. പിന്നെ അതൊക്കെ ഇപ്പോൾ കാണാം. എന്നിട്ട് പിന്നെ തലേന്റെ വീട്ടിൽ നിന്ന് കൊണ്ട് KSRTC നടത്താം. സതീശനുണ്ടാക്കുന്ന കാണാമല്ലോ. പുതിയ സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളെ വിമർശിക്കില്ലെന്നും ജനവിരുദ്ധ നിലപാടുകൾ ഉണ്ടായാൽ വിമർശനങ്ങൾ ഉണ്ടാകുമെന്നും LDF നേതാക്കൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.